അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വളരെ വിശാലമായ ഒരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്നത്തെ ദിവസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈ പേര് കേൾക്കാത്തവരുണ്ടാകില്ല. ഇബ്രാഹിം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. വിശ്വാസികളുടെ ആരാധനകളിൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിരന്തരം പറയപ്പെടുന്ന ഏക പ്രവാചകനാമം. ഈ നാമം അനശ്വരമായതെങ്ങനെയാണ്? കാരുണ്യത്തിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നിയെ ഉദ്യാനമാക്കിയതെങ്ങനെയാണ്? ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ പ്രതിപാദിച്ച പ്രവാചകനാണെന്ന് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞ് അഭിമാനിച്ചില്ലേ? അവിടുന്ന് ഒരു പ്രസ്ഥാനമായിരുന്നുവെന്നാണല്ലോ ഖുർആൻ പോലും പരിചയപ്പെടുത്തിയത്. 5 നേരത്തെ നിസ്കാരത്തിൽ 20 തവണ നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പറയുന്നു. ലോകത്ത് സദാ നേരവും ആ നാമം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഅബയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്. ഹാജിമാരെ കാണുമ്പോൾ ആ പ്രവാചകനെയും കുടുംബത്തെയും ഓർമ്മ വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യകളിൽ പലതും നമ്മുടെ ശരീഅത്തിലുണ്ട്. നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അടുത്തറിയേണ്ടതുണ്ട്. അതിന് ഈ ചരിത്രം ഒരു സഹായകമാകും ഇൻഷാ അല്ലാഹ്. ഖലീലുല്ലാഹിയെ കുറിച്ച് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. അല്ലാഹു തആല നമുക്ക് നല്ല രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രം ഉൾക്കൊള്ളാനും പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടൊപ്പം നാളെ സുവലോക സ്വർഗത്തിൽ ഒരു ഇടം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആമുഖമായി കൂടുതലൊന്നും പറയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രം ആരംഭിക്കുകയാണ്. ഇറാഖിലെ ബാബിലോൺ, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്. പൗരാണിക സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്നു ആ പ്രദേശം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ സാമിന്റെ സന്താന പരമ്പരയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്. ചില ചരിത്രകാരന്മാർ ആ പരമ്പര ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം, അദ്ദേഹത്തിന്റെ മകൻ അർഫഹഷ്ദ്, അദ്ദേഹത്തിന്റെ മകൻ ഷാലിഹ്, അവിടുത്തെ മകൻ ആബിർ, അവിടുത്തെ മകൻ ഫാലിഉ, അവിടുത്തെ മകൻ റാഉ, അവിടുത്തെ മകൻ സാറൂ, അവിടുത്തെ മകൻ നാഹൂർ, അവിടുത്തെ മകൻ താറാഹ്, അദ്ദേഹത്തിന്റെ മകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പേരിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. പിതാവിന്റെ പേര് ആസർ എന്നായിരുന്നു. ഖുർആനിൽ ആസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവ് താറാഹ് അഥവാ തേരഹ് ആയിരുന്നുവെന്ന് മറ്റൊരു അഭിപ്രായത്തിലുണ്ട്. ആസർ പിതൃവ്യനായിരുന്നുവെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. താറഹിന്റെ മറ്റൊരു പേരായിരുന്നു ആസർ എന്നാണ് ചില പണ്ഡിതന്മാരുടെ പക്ഷം അഭിപ്രായപ്പെട്ടത്. ആസർ ബിംബങ്ങൾ വിൽക്കുന്ന ആളായിരുന്നുവെന്നും താറാഹ് ഏകദൈവ വിശ്വാസിയായിരുന്നുവെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റസൂലുഹു അഅലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതാവിന്റെ പേര് അമീല എന്നായിരുന്നു. മറ്റൊരഭിപ്രായ പ്രകാരം ബൂന എന്നും കാണുന്നുണ്ട്. അക്കാലത്ത് ബാബിലോൺ ഭരിച്ചത് നമ്രൂദ് രാജാവായിരുന്നു. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള മെസ്സപ്പൊട്ടോമിയ എന്ന പ്രദേശം വളരെ ഫലപുഷ്ടിയുള്ളതായിരുന്നു. കൃഷിയും കന്നുകാലികളും വർദ്ധിച്ചു വരുന്നു. ഐശ്വര്യത്തിന്റെ കേന്ദ്രമായി വളർന്നു വരികയാണ്. അതുകൊണ്ട് ലോക ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടു. പല രാജാക്കന്മാരും അവിടെ എത്തി. ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടായി. ജനങ്ങൾ കഠിനാധ്വാനം ചെയ്തു. മെസ്സപ്പൊട്ടോമിയ അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. പൗരാണിക ചരിത്രത്തിൽ പദ്ദൻ അരം എന്നൊരു പട്ടണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ യൗവനകാലത്ത് പദ്ദൻ അരമിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ഇത് മെസ്സപ്പൊട്ടോമിയയുടെ മറ്റൊരു പേരായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറെ കാലം ജീവിച്ച പട്ടണമാണ് ഊർ പട്ടണം. ഊർ പട്ടണത്തിൽ കൽദേയ പട്ടണം എന്നും പേരുണ്ട്. യൂഫ്രട്ടീസ് നദിയുമായി സന്ധിക്കുന്ന മനോഹരമായ ഒരു അരുവിയുടെ കരയിലാണ് ഊർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കൂഫയിലും ഹാറാൻ പട്ടണത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം താമസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്.
ചരിത്ര പ്രാധാന്യമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ധിക്കാരിയായ നമ്രൂദ് രാജാവ്. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാജകൊട്ടാരം. പ്രൗഢി കൂടിയ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. ആരാധനാലയങ്ങളിൽ ബിംബങ്ങൾ വെച്ചു. സൂര്യനും ചന്ദ്രനുമെല്ലാം ആരാധ്യ വസ്തുക്കളായി മാറി. ഒരു ദിവസം നമ്രൂദ് രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. അല്ലയോ ജനങ്ങളെ, ഞാൻ തന്നെയാണ് ലോകരക്ഷിതാവ്, ഞാനാണ് ദൈവം. ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും എനിക്ക് കഴിയും. നിങ്ങൾ എന്നെ ആരാധിക്കുക. ജനങ്ങൾ അത് സ്വീകരിച്ചു. ബിംബങ്ങളും രാജാവും ആരാധിക്കപ്പെട്ടു. കൊട്ടാരത്തിൽ ജ്യോത്സ്യന്മാർക്കായിരുന്നു മുഖ്യ സ്ഥാനം. അവരുടെ പ്രവചനങ്ങൾ തള്ളപ്പെടുകയില്ല. രാജാവും പ്രജകളുമെല്ലാം അത് വിശ്വസിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ബാബിലോൺ പട്ടണത്തിലെ കൊട്ടാരത്തിൽ സകല ആഡംബരങ്ങളോടും കൂടി കഴിഞ്ഞു വരികയാണ് നമ്രൂദ്. തന്നെ എതിർക്കാൻ കഴിവുള്ള ഒരു ശത്രുവില്ല. എടുത്താൽ തീരാത്ത സ്വത്ത്, ഖജനാവ് സമ്പന്നം, വിനോദം, നായാട്ട്, അങ്ങനെ ദുഃഖമറിയാത്ത ജീവിതം. ഒരു രാത്രിയിൽ കണ്ട സ്വപ്നം രാജാവിനെ ഭയപ്പെടുത്തി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചു വരുന്നു. അത് ഉയർന്നു വരികയാണ്. പ്രകാശം കൂടിക്കൂടി വരുന്നു. ആ പ്രകാശത്തിൽ ചന്ദ്രൻ മങ്ങുന്നു. രാജാവ് ഞെട്ടിയുണർന്നു. വെപ്രാളത്തോടെ ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ചു. രാജാവിന്റെ പ്രധാന ആരാധ്യ വസ്തുവാണ് ചന്ദ്രൻ. അതിന് മങ്ങലേൽക്കാൻ പോവുകയാണ്. ഉദിച്ചു വരുന്ന നക്ഷത്രം ഒരു കുട്ടിയുടെ ജനനത്തെ സൂചിപ്പിക്കുകയാണ്. ഒരു കുട്ടിയുടെ ജനനം കാരണം രാജാവിന് നാശം വരും. അതേ, രാജവാഴ്ച തകരും. കൊട്ടാരങ്ങളും രാജമന്ദിരങ്ങളും കൈവിട്ടുപോവും. ആരാധനാലയങ്ങൾ നശിക്കും. സൈനിക ശക്തി നശിക്കും. ഷിർക്ക് തകരും. തൗഹീദ് സ്ഥാപിക്കപ്പെടും. നമ്രൂദ് രാജാവ് കോപാകുലനായി മാറി. ഈ രാജ്യത്ത് ഇനി ഒരു ഭർത്താവും ഭാര്യയോടൊപ്പം ശയിക്കരുത്. ഇവിടെ ഒരു സ്ത്രീയും ഗർഭിണിയാവരുത്. ഇനി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വളരാൻ അനുവദിക്കുകയില്ല. രാജശാസന വന്നു. രാജ്യം നടുങ്ങി. വൈമനസ്സത്തോടെയാണെങ്കിലും ജനങ്ങൾ അത് സ്വീകരിച്ചു. ആരെങ്കിലും രാജശാസന തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ചുമതലപ്പെടുത്തി. ഓരോ വീടും അവരുടെ നിരീക്ഷണത്തിലായി. ഇതിനിടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടു. മാതാവ് അമീല ഗർഭിണിയായി. മാതാവ് പുറത്തിറങ്ങാൻ ഭയന്നു. ഗർഭം വളർന്നു. പ്രസവ സമയമായി. കുടുംബത്തിൽ ഭയവും വെപ്രാളവും നിറഞ്ഞു നിന്നു. രഹസ്യം പുറത്തായതുമില്ല. പ്രസവം അടുത്തു. വീടിന് പുറത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ കുട്ടിയെ വളർത്തി. ശിശു നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നു. നല്ല ബുദ്ധിശക്തി, ബലം കൂടിയ ശരീരം. അസാധാരണ വേഗത്തിലായിരുന്നു കുട്ടിയുടെ വളർച്ച. രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു. ഓർമ്മ വെച്ച കാലം മുതൽ കുട്ടി ചുറ്റും കാണുന്നത് എന്താണ്? പ്രകാശമുള്ളൊരു നക്ഷത്രം. ഉദിച്ചാൽ ഉടനെ ജനങ്ങൾ അതിനെ സുജൂദ് ചെയ്യും. 14 രാവിലെ പൂർണ്ണചന്ദ്രനെ ആരാധിക്കാൻ എന്തൊരു തിരക്കാണ്. സൂര്യനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. ഈ ആരാധന കൊണ്ടെന്ത് ഫലം? കുട്ടി ചിന്തിക്കുകയാണ്. താറാഹിന് 75 വയസ്സായി. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന കുട്ടി ജനിച്ചത്. താറഹിന് മറ്റ് 2 ആൺകുട്ടികൾ ജനിച്ചിട്ടുണ്ട്. നാഹൂർ മൂത്ത കുട്ടിയാണ്. ഹാറാൻ ഇളയ കുട്ടി. മധ്യത്തിലുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഹാറാൻ എന്ന കുട്ടി വളർന്നു വലുതായി വിവാഹം കഴിച്ചു. അതിൽ ജനിച്ച കുട്ടിയാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. പിതാവിന്റെ ജീവിതകാലത്ത് തന്നെ ഹാറാൻ മരണപ്പെട്ടു. ബാബിലോൺ പട്ടണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. താറഹിന്റെ മരണത്തെ കുറിച്ച് റിപ്പോർട്ടുകൾ ഇപ്രകാരമുണ്ട്. കൽദാസികളുടെ നാട്ടിൽ നിന്ന് കൻആനികളുടെ നാട്ടിലേക്ക് ഒരു ചെറുസംഘം യാത്ര പുറപ്പെട്ടു. താറഹും മകൻ ഇബ്രാഹിമും ഇബ്രാഹിമിന്റെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ അലൈഹിമസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അവർ ഹാറാൻ എന്ന പ്രദേശത്തെത്തി. താറഹിന് 250 വയസ്സ് പ്രായമുണ്ടായിരുന്നത്രേ. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ഹറാസിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അക്കാലത്ത് പ്രസിദ്ധമായ പട്ടണമായിരുന്നു ദിമിഷ്ക്. 7 നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന നാട്. പൗരാണിക ദിമിഷ്ക് പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ 7 കവാടങ്ങൾ ഉണ്ടായിരുന്നു. 7 നക്ഷത്രങ്ങളുടെ പേരിൽ അവ അറിയപ്പെട്ടു. ഓരോ കവാടത്തോട് ചേർന്നുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ ഓരോ നക്ഷത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ടു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റു പ്രകൃതി ശക്തികളും ആരാധിക്കപ്പെട്ടു. എണ്ണമറ്റ ബിംബങ്ങൾ ലോകം മുഴുവൻ ബിംബാരാധനയിൽ സർവശക്തനായ അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം നയിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുമ്പോഴുള്ള ലോകത്തിന്റെ അവസ്ഥ അപ്രകാരമായിരുന്നു. ബാബിലോണിയ പൗരാണിക നാഗരികതയുടെ കേന്ദ്രമാകുന്നു. വിവിധതരം കലകൾ അവിടെ വളർന്നു വന്നിട്ടുണ്ട്. വാണിജ്യവും വ്യവസായവും വളർന്നിട്ടുണ്ട്.
തത്വശാസ്ത്രം വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. നിരവധി യുദ്ധങ്ങൾക്കും അധിനിവേശങ്ങൾക്കും ആ പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്ന കാലത്ത് ബാബിലോണിയ കടുത്ത വിഗ്രഹാരാധനയുടെ പിടിയിലമർന്നു കിടക്കുകയായിരുന്നു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാഴുകയായിരുന്നു. സൂര്യനും ചന്ദ്രനും ശുക്രനും എന്നിവയുടെ വിവിധ പേരുകളിലുള്ള അമ്പലങ്ങളും ഉണ്ടായിരുന്നു. ഓരോന്നിനും ധാരാളം സ്വത്തും പ്രത്യേക പൂജാരിമാരും ഉണ്ടായിരുന്നു. പല നക്ഷത്രങ്ങളുടെ പേരിലും ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചുള്ള നിരവധി അത്ഭുത കഥകൾ നാട്ടിലാകെ പ്രചരിച്ചു. പൂജാരിമാർക്കാണ് സമൂഹത്തിൽ സ്വാധീനം. അവർ വളരെയേറെ ആദരിക്കപ്പെട്ടവരായിരുന്നു. അവരുടെ വാക്കുകൾ ആരും അവഗണിക്കുകയില്ല. എല്ലാ സുഖസൗകര്യങ്ങളും സമ്പത്തും അവർ ആസ്വദിച്ചു പോന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആരാധ്യ വസ്തുക്കളല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തന്ത്രപരമായ ഒരു പരിപാടി അവതരിക്കാം, അതിലൂടെ അവരെ ചിന്തിപ്പിക്കാം. വളരെ സൂക്ഷ്മതയോടെയാണ് പരിപാടി നടപ്പാക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിച്ചത്. ഒരു രാത്രി ആകാശത്ത് ഒരു നക്ഷത്രം ഉദിച്ചു. അത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. നക്ഷത്ര ആരാധിക്കുന്ന സമൂഹത്തിന് വലിയ സന്തോഷമായി. അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. കുറെ നേരം നക്ഷത്രം നല്ല ശോഭയോടെ നിന്നു. പിന്നെ അത് മാഞ്ഞുപോയി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മാഞ്ഞു പോകുന്നത് റബ്ബാവാൻ പറ്റില്ല. മനഃശാസ്ത്രപരമായ ഒരു ക്ലാസ് ആണ് അവിടെ നടന്നത്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. നക്ഷത്രാരാധകർ തുടർന്നും അതിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ചന്ദ്രൻ ഉദിച്ചുയർന്നു, പൂനിലാവ് പരന്നു. ചന്ദ്രനെ ആരാധിക്കുന്നവർക്ക് വലിയ സന്തോഷം. ചന്ദ്രന്റെ പേരിൽ നടക്കുന്ന ദേവാലയങ്ങൾ സജീവമായി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, ഇതാണ് എന്റെ റബ്ബ്. ചന്ദ്രനെ ആരാധിക്കുന്നവർക്ക് ഇബ്രാഹിമിനോട് എന്തൊരു സ്നേഹം. ആ ചെറുപ്പക്കാരനെ കൂടെ കിട്ടിയതിൽ അവർ അഭിമാനിച്ചു. ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, അസ്തമിച്ചു പോകുന്നത് റബ്ബാവാൻ കൊള്ളില്ല. ചന്ദ്രന്റെ ആരാധകർ അത് ചെവികൊണ്ടില്ല. അവർ പഴയ മാർഗത്തിൽ തന്നെ തുടർന്നു. നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചുയർന്നു. സൂര്യനെ ആരാധിക്കുന്നവർ സജീവമായി. സൂര്യന്റെ പേരിലുള്ള ആരാധനാലയങ്ങൾ ഭക്തന്മാർ നിറഞ്ഞു തിങ്ങി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, ഈ സൂര്യനാണ് എന്റെ റബ്ബ്. സൂര്യാരാധകന്മാർ അത് കേട്ട് ആഹ്ലാദം കൊണ്ടു. പകൽ മുഴുവൻ സൂര്യന്റെ ആധിപത്യം നിലനിന്നു. പശ്ചിമ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമായി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, സൂര്യൻ റബ്ബാവാൻ പറ്റുന്നതല്ല, അതിനും അസ്തമയമുണ്ട്. സൂര്യാരാധകന്മാർ അത് ചെവികൊണ്ടില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് അവ ചലിക്കുന്നത്. ഈ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ പരീക്ഷണം വിഫലമായി പോവുകയാണ്. അവർ ശിർക്കിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സംഭവങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 76, 77, 78 വചനങ്ങളിലൂടെ അല്ലാഹു തആല വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 76-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഈ സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മേൽ രാത്രി വന്ന് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ റബ്ബാണ്. എന്നിട്ടത് മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഞ്ഞു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. 6-ാം അധ്യായത്തിലെ 77-ാം വചനത്തിൽ വീണ്ടും അല്ലാഹു തആല ആവർത്തിക്കുന്നു, ഫലമ്മാ റഅൽ ഖമറ ബാസിഅൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ. എന്നിട്ട് ചന്ദ്രൻ ഉദിച്ചു വരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ റബ്ബാകുന്നു. എന്നിട്ടത് മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് മാർഗദർശനം നൽകിയില്ലെങ്കിൽ നിശ്ചയമായും ഞാൻ വഴിപിഴച്ച ജനങ്ങളിൽ പെട്ടവൻ തന്നെ ആയിത്തീരുന്നതാണ്. വീണ്ടും വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 78-ാം വചനത്തിലൂടെ അല്ലാഹു തആല ലോക ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫലമ്മാ റഅശംസ ബാസിഅതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. എന്നിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ റബ്ബാണ്, ഇത് ഏറ്റവും വലുതാകുന്നു. എന്നിട്ടത് മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിശ്ചയമായും ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെയും ഒഴിവായവനാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ആ ജനത കണ്ടത്. ജനങ്ങളെ, നിങ്ങൾ ശിർക്കിൽ വ്യാപൃതരായിരിക്കുന്നു. നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനെയും ദൈവമാക്കുക വഴി നിങ്ങൾ മുശ്രിക്കുകളായിരിക്കുന്നു.
നിങ്ങളുടെ ശിർക്കിൽ എനിക്ക് പങ്കില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിവായവനാണ്. ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അവന് കീഴൊതുങ്ങി ജീവിക്കുന്നു. ഞാൻ മുസ്ലിമാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ധിക്കാരികളുടെ സമൂഹത്തെ അദ്ദേഹം വീണ്ടും വീണ്ടും ഇസ്ലാമിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആവേശോജ്ജലമായ ചരിത്രപ്രധാനമായ ജീവിത ചരിത്രം നമുക്ക് വരും ദിവസങ്ങളിൽ അത്യാവേശത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യാം. തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.